ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ആർട്ട് വർക്കാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് A4 ഷീറ്റിലാണ്. പേപ്പർ ഇത്തിരി കട്ടിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഒന്ന് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പെയിൻറ് ഉപയോഗിച്ചിട്ട് ആദ്യം ഇതുപോലെ ഒരു തണ്ട് വരച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നേരിട്ടിട്ട് പെയിൻറ് ഉപയോഗിച്ച് വരക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം പെയിൻറ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ള ബ്ലാക്ക് കളർ പെയിൻറ്റ് ചുമരിലടിക്കുന്ന പെയിൻ്റാണ്. അതുപോലെ തന്നെ കളേഴ്സായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ആക്രിലിക് പെയിൻറ്റുമാണ്. ഏത് പെയിൻ്റാണോ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം ഒന്ന് ലൈറ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് അതിനുള്ളിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇനി പെയിൻ്റൊന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ പേപ്പറൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൽ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈനൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്ലാക്ക് പെന്ന് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ അതിന് മുകളിലായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ബ്ലാക്കിന് പകരം വേറെ ഏതെങ്കിലും കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി പേന കൊണ്ട് വരച്ചെടുത്തതിന് മുകളിലായിട്ട് ഏതെങ്കിലും കളേഴ്സ് ഉപയോഗിച്ചിട്ട് ക്രയോൺസ് വെച്ചിട്ടൊന്ന് ഏത് ഷേപ്പാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം വൈറ്റ് പേപ്പറിൽ വരച്ചെടുത്തെങ്കിലും പിന്നീട് ഈ പേപ്പറിന് ഡിസൈനായിട്ട് കളർ കൊടുത്തിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ള് ഭാഗത്തല്ല, കുറച്ച് ഭാഗങ്ങളിൽ മാത്രം പെയിൻറ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ഡിസൈൻ പോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർ ആദ്യം ബാക്ക്ഗ്രൗണ്ട് വരച്ചെടുത്ത ശേഷം ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ രണ്ട് സൈഡിലും 4 5 അല്ലെങ്കിൽ 6 ലീവ്സ് വീതം ഏത് സൈഡിലോട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ ലീവ്സൊക്കെ വരച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്പേസിൽ ഞാനിപ്പോൾ ഇവിടെ ഓരോ കുഞ്ഞു കുഞ്ഞു സർക്കിൾസായിട്ടൊന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സർക്കിൾസിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ലീവ്സാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും വീണ്ടും വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. പിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ ഇനി ഈ ഒരു ഡിസൈൻ വരച്ചെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ബാക്കി വരുന്ന സ്പേസിൽ ഇതുപോലൊന്ന് പെയിൻറ് കൊണ്ട് കറവ് വരുന്ന ഷേപ്പൊന്ന് വരച്ച് കൊടുത്തിട്ട് അതിനുള്ളിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ബ്ലാക്ക് കൊടുത്ത ഭാഗത്ത് തട്ടാതെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിലേക്ക് പെയിൻ്റ് ആയതുകൊണ്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം ലീവ്സൊക്കെ വരച്ചെടുക്കുമ്പോൾ ഇത്തിരി കൂടെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു സൈഡിൽ ആ ലീവ്സിൽ തട്ടാത്ത രീതിയിലാണ് പെയിൻ്റൊക്കെ വരച്ചെടുക്കുന്നത്. ഏത് ഷേപ്പിലാണോ താഴ്ഭാഗത്തെ ഡിസൈൻ വേണ്ടത് അതിനനുസരിച്ചിട്ട് പെയിൻ്റൊന്ന് വരച്ച് കൊടുത്തിട്ട് ലീവ്സ് അതിന് മുകളിലായിട്ട് വരച്ച് കൊടുത്താൽ മതിയാവും. ഈ ഒരു ടൈമിൽ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഷേപ്പിൽ ലീവ്സിൽ തട്ടാതെ തന്നെ പെയിൻ്റൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ശേഷം ചെയ്ത വർക്കുകളൊക്കെ ആദ്യം പേപ്പറിൽ പെയിൻറ് കൊടുത്ത ശേഷമാണ് ലീവ്സൊക്കെ വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ലീവ്സ് രണ്ട് സൈഡിലോട്ടും അതേപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് 3 പേപ്പറിൽ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് ഭാഗത്ത് ആഡ് ചെയ്യാം. പിന്നെ പേപ്പറിന് പകരം ചുമരിൽ തന്നെ നേരിട്ട് വരച്ച് കൊടുക്കണമെങ്കിൽ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ബാക്കി സൈഡിലും ബാക്ക്ഗ്രൗണ്ടായിട്ട് വരച്ച ശേഷം സ്പേസ് വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സർക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമാണ്. കുറച്ച് മുന്നേ പേഴ്സ് എന്തോ വാങ്ങിയ ടൈമിൽ അതിനുള്ളിൽ ഫില്ലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഐറ്റമാണ്. പിന്നെ പണ്ടെപ്പോഴോ ഫോണിന് കവർ വാങ്ങിയ ടൈമിൽ കിട്ടിയതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് 2 പീസാക്കിയിട്ട് അടർത്തിയെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ വൈറ്റ് കളറ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രീം കളർ പെയിൻറ്റ് ഫുള്ളായിട്ടൊന്ന് ഒരു കോട്ട് അടിച്ച് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണക്കിയെടുത്ത ശേഷം അതിന് മുകളിൽ കളർ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ഡിസൈൻസൊക്കെ ആക്കിയിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണക്കിയെടുത്ത ശേഷമാണ് ഇതിന് മുകളിലായിട്ട് ലീവ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ലീവ്സിന് പകരം ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 2 പീസിനെ 4 ആക്കി എടുത്തിട്ട് മൊത്തം 4 എണ്ണത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് കുറച്ചധികം നാളായിട്ട് ചുമരിൽ നേരിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നേ. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അന്ന് അതിനൊന്നും പറ്റിയില്ല. ഏകദേശം 1.5 വർഷം മുമ്പ്
ഒരു ബട്ടർഫ്ലൈൻ്റെ ഔട്ട്ലൈനൊക്കെ ചുമരിൽ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിനും പെയിൻ്റൊന്നും കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ആ ഒരു ടൈമിൽ പെട്ടെന്ന് ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് പിന്നെ അതങ്ങനെ കിടന്നു. അപ്പോൾ ഇനി ഇതും ചുമരിലൊക്കെ വരച്ചിട്ട് അതുപോലെ ഇനി കുറേ ടൈം എടുത്താലോ എന്ന് കരുതിയിട്ട് പേപ്പറിൽ വരച്ചിട്ട് ഒട്ടിച്ചെടുക്കാമെന്ന് കരുതി വരച്ചെടുത്തതാണ്. അങ്ങനെ പകുതിയിൽ നിർത്തി വെക്കേണ്ടി വന്ന കുറേ വർക്കുകളൊക്കെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാ നല്ല നല്ല ഓരോന്നായിട്ട് ചെയ്തു തീർക്കണം. യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചടപ്പ് തോന്നുന്ന സമയത്ത് ഒരു പെന്നോ അല്ലെങ്കിൽ പെൻസിലോ അതുപോലെ വല്ല പെയിൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. എത്ര ടൈം വേണമെങ്കിലും അങ്ങനെ ഇരുന്നിട്ട് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്തോളും. ഇപ്പോൾ പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് മെഹന്തി ഡിസൈനാണ് ഫോക്കസ് ചെയ്യുന്നത്. ചില ടൈമിൽ മെഹന്തി വരക്കാനും ഒരു ചടപ്പ് തോന്നുന്ന ടൈം വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കും. അങ്ങനെ ചെയ്തു തുടങ്ങിയതായിരുന്നു ഈ വർക്കും. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞ ശേഷം തോന്നി ഏതായാലും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചാനലിൽ കൂടെ ഇടാമെന്ന് കരുതിയിട്ട് ബാക്കി വരക്കുന്നതൊക്കെ വീഡിയോ എടുത്തതാണ്. വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ട്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടും കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. പക്ഷേ വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ വരാൻ വൈകിയത്. ഇനി ഈ കളർ പെയിൻ്റ് അടിച്ച് ഡിസൈൻ ചെയ്ത ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് ഉപയോഗിച്ചിട്ട് കർവ് വരുന്ന ഒരു ലൈന് ആദ്യം ലൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ലീവ്സ് ഒന്ന് രണ്ട് സൈഡിലോട്ടും വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലും അല്ലെങ്കിൽ സൈഡിലോട്ട് വരുന്ന രീതിയിലൊക്കെ ആയിട്ട് ഓരോന്നിലും വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചെയ്തെടുത്ത പോലെ ബാക്കി വരുന്ന സ്പേസിൽ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് തന്നെ സർക്കിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 7 ചെയ്തെടുത്തതിൽ 6 രണ്ട് സൈഡിലോട്ട് വരുന്ന രീതിയിലുള്ള ലീവ്സും ഒന്നിൽ ഒരു സൈഡിലോട്ട് മാത്രം വരുന്ന ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്തു നിന്ന് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ സൈഡിലോട്ടായിട്ടാണ് ലൈൻ വരച്ചതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി വരുന്ന സൈഡിലൊക്കെ ലീവ്സ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എത്ര ലീവ്സ് വേണോ അത്രയും ലീവ്സ് വരച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഇന്ന് ചെയ്തെടുത്ത ഡിസൈൻ്റെ ഒക്കെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിന് വോളിലായിട്ട് ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നോർമൽ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.